ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. സെക്ഷൻ 166 ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 166 പ്രകാരം നമുക്ക് നോക്കാം എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഡയറക്ടേഴ്സിനെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ ഡയറക്ടേഴ്സ് ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ആരെ ലയബിൾ ആയിരിക്കും, ആരെ അക്കൗണ്ടബിൾ ആയിരിക്കും? ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ ആയിരിക്കും. അതുപോലെ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിന് പുറമെ ഇപ്പോൾ ഈ നിയമത്തിലെ തന്നെ വിവിധ പ്രൊവിഷനുകൾ അത് കർശനമായി പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഡയറക്ടേഴ്സ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിന് പുറമെ കമ്പനിയുമായിട്ടുള്ള ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കമ്പനിയുമായിട്ടുള്ള ഒരു വിശ്വസ്തമായിട്ടുള്ള ഒരു വിശ്വസ്ത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങൾ, അതിനെയാണ് നമ്മൾ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാകാവുന്ന ചില ഡ്യൂട്ടീസും ആർക്ക് വരുന്നുണ്ട്? കമ്പനി ഡയറക്ടേഴ്സിനെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഉണ്ട്. അത് ഈ ഒരു കമ്പനീസ് ആക്ടിലെ വേരിയസ് പ്രൊവിഷൻസ് അത് സ്ട്രിക്റ്റ്ലി അവരത് അനുസരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഡയറക്ടർമാരെ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള കുറേ ഡ്യൂട്ടീസ്, അങ്ങനെ ആ ഡ്യൂട്ടീസാണ് സ്റ്റാറ്റ്യൂട്ടറി. അപ്പോൾ അതിന് പുറമെ വേറെയും കുറേ ഡ്യൂട്ടീസ് അവർക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, ദെൻ അവരുടെ ജനറൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് പറയാം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 166 സെക്ഷൻ പ്രകാരം ഇവരെ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഡ്യൂട്ടികളാണ്. അപ്പോൾ അതിലെ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന്, ഇപ്പോൾ കമ്പനി ഇഷ്യൂഡ് ചെയ്യുന്ന പ്രോസ്പെക്ടസ് ഉണ്ടല്ലോ, അതിൻ്റെ ട്രൂത്ത്നെസ് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം കമ്പനി ഷെയർ ക്യാപിറ്റൽ, ഇപ്പോൾ പബ്ലിക് കമ്പനിയൊക്കെ ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ട്രൂത്ത്നെസ് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? കമ്പനി ഡയറക്ടേഴ്സിനാണ്. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ അത് അറ്റൈൻ ചെയ്താൽ, അത് അക്വയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഷെയർ അലോട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കിപ്പോൾ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് ലഭ്യമായില്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ മണി നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു എമൗണ്ട്, ആ ഒരു മിനിമം റിക്വയർഡ് എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ അത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഷെയർ അലോട്ട് ചെയ്ത് നൽകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അത് ഉറപ്പുവരുത്തണം. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വരെ ഷെയർ അലോട്ട് ചെയ്തിട്ടില്ലെന്ന് നോക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഡയറക്ടേഴ്സിനെ ആണ്. അതൊരു ക്രിമിനൽ ലയബിലിറ്റി ആണ്. പീനൽ പ്രൊവിഷനൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ അത് ലഭിക്കുന്നത് വരെ, അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വരെ നമ്മൾ ഷെയർ ഇൻവെസ്റ്റേഴ്സിനെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്?
ആ ഒരു കടമ ഡയറക്ടേഴ്സിനാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത്, നമ്മളിപ്പോൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് അപ്ലിക്കൻസിൽ നിന്ന് കിട്ടുന്ന എല്ലാ പണവും നമ്മളൊരു ഷെഡ്യൂൾഡ് ബാങ്കിൽ വേണം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ കമൻസ്മെൻറ്റ് ഓഫ് സർട്ടിഫിക്കറ്റോ അല്ലെ സർട്ടിഫിക്കറ്റ് ടു കമൻസ് ബിസിനസ് അത് നമുക്ക് കിട്ടണം, എന്നാലേ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ടു കമൻസ് ബിസിനസ് ലഭിക്കുന്നത് വരെ ഈ റിസീവ്ഡ് അപ്ലിക്കേഷൻ മണി എവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം? ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നോക്കേണ്ടത് ഡയറക്ടറാണ്. ദെൻ പിന്നെ പറയുന്നത്, നമ്മളിപ്പോൾ അപ്ലിക്കൻസിൽ നിന്ന് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു, സപ്പോസ് നമ്മൾ അവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കണം എന്നില്ല. അപ്പം അങ്ങനെ അപ്ലിക്കേഷൻ മണി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അപ്ലിക്കൻസിന് ഷെയർ അലോട്ട് ചെയ്ത് നൽകിയിട്ടില്ലെങ്കിൽ ആ അപ്ലിക്കേഷൻ മണി നമ്മൾ റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യണം. അപ്പോൾ അത് റീഫണ്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ആ ഒരു ഡ്യൂട്ടി ഡയറക്ടർക്കുള്ളതാണ്. അപ്പോൾ ഷെയർ അലോട്ട് ചെയ്യാത്ത ആളുകൾക്ക് അവരിൽ നിന്ന് അപ്ലിക്കേഷൻ മണി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കുക, അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ദെൻ പിന്നെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഡയറക്ടേഴ്സിനെ ക്വാളിഫിക്കേഷൻ ഷെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനീസ് ആക്ട് 2013 ക്വാളിഫിക്കേഷൻ ഷെയർസിനെ കുറിച്ച് പറയുന്നൊന്നുമില്ല. പക്ഷേ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ സാധാരണ ക്വാളിഫിക്കേഷൻ ഷെയർ ഡയറക്ടേഴ്സിൻ്റെ എത്രയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്വാളിഫിക്കേഷൻ ഷെയർസ് പറയുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്പെസിഫൈഡ് ടൈമിനകത്ത് പർച്ചേസ് ചെയ്യുകയും അതിൻ്റെ പേയ്മെൻറ്റ് നൽകുകയും വേണം. അത് ഇദ്ദേഹത്തിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ക്വാളിഫിക്കേഷൻ ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ 5000 മേലിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ദെൻ അപ്പോയിൻമെൻറ്റ് ലഭിച്ച് 2 monthsനുള്ളിൽ ക്വാളിഫിക്കേഷൻ ഷെയർ അവർ വാങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്പെസിഫൈഡ് ലിമിറ്റിനുള്ളിൽ അത് വാങ്ങി അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അത് ഇവരുടെ ഒരു ഡ്യൂട്ടിയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത്, കമ്പനിയിലെ അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലെ ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടോട് കൂടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ആനുവൽ ജനറൽ മീറ്റിൽ വെക്കേണ്ട ചുമതലയും ആർക്കാണ്? ഡയറക്ടേഴ്സിനെ ആണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ അത് ജനറൽ മീറ്റിങ്ങിലെ ഡയറക്ടേഴ്സിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിനോടൊപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യേണ്ടതും ആരാണ്? അത് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ഡയറക്ടേഴ്സിൻ്റെയാണ്. അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യുക. സാധാരണ കമ്പനികളിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്റർ ഉണ്ടായിരിക്കും, ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കമ്പനിയുടെ ഷെയറുകൾ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഷെയർസിൻ്റെ കൺസോളിഡേഷൻ ഓർ ഡിവിഷൻ നടത്തുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടീസ് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അത് രജിസ്ട്രാറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ചുമതല എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നോട്ടീസ് അത് രജിസ്ട്രാർക്ക് നൽകണം. അതുപോലെ തന്നെ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ്, പിന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, അതൊക്കെ വിളിച്ചു ചേർക്കേണ്ടത് ഡയറക്ടറാണ്. ദെൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആനുവൽ ജനറൽ മീറ്റിങ്ങിലെ സ്പെഷ്യൽ റെസൊല്യൂഷനോ അത് ഇനി എക്സ്ട്രാ ഓർഡിനറി റെസൊല്യൂഷനൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പീസ് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം.
അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെയും സെക്രട്ടറീസൊക്കെ ഉണ്ടായിരിക്കില്ല, അവരുടെ രജിസ്റ്റർ, അതുപോലെ തന്നെ അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്തിട്ട് അത് രജിസ്ട്രാർക്ക് അയച്ചു നൽകേണ്ട ഡ്യൂട്ടി ഡയറക്ടറുടേതാണ്. അതുപോലെ തന്നെ കമ്പനിയിലെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറൻറ്റും ഒക്കെ കെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കേണ്ടത് അതും ആരാണ്? ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ മോർഗേജസ് ആൻഡ് ചാർജസിനൊക്കെ രജിസ്റ്റർ കീപ്പ് ചെയ്യണം കമ്പനിക്കകത്ത്. അപ്പോൾ ആ രജിസ്റ്റർ ഓഫ് മോർഗേജ് ആൻഡ് ചാർജസ് കീപ്പ് ചെയ്യേണ്ടത് ഡയറക്ടറുടെ ചുമതലയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പബ്ലിക് കമ്പനിയൊക്കെ ആകുമ്പോൾ അവർക്ക് ഓഡിറ്റിംഗ് ഒക്കെ കമ്പൽസറിയാണ്. അപ്പോൾ ഈ ഓഡിറ്റൊക്കെ നടക്കുന്ന സമയത്ത് ഓഡിറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷൻസും ഒക്കെ നൽകണം. അപ്പോൾ ഓഡിറ്റേഴ്സിനെ ആ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഓഡിറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷൻസും ഒക്കെ നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അത് നൽകേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ഡയറക്ടറുടെ ആണ്. അതുപോലെ തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കമ്പനിയുടെ അത് സബ്മിറ്റ് ചെയ്യേണ്ടതും ഡയറക്ടറാണ്. അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസ് ഏതിൽ വരുന്നുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടീസ് നിർവഹിക്കുന്ന സമയത്ത്, അത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരെ റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഡിലിജൻസ് ഒക്കെ നൽകിക്കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവരെങ്ങനെയായിരിക്കണം? ഗുഡ് ഫെയ്ത്തോടു കൂടെ, ഉത്തമ വിശ്വാസത്തോടു കൂടെ വേണം അവരെ പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണം ആര് പ്രവർത്തിക്കാൻ? ഡയറക്ടേഴ്സ് പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ ഒരിക്കലും ഡയറക്ടേഴ്സ് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കമ്പനിയുടെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ജനറൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ജനറൽ ഡ്യൂട്ടീസിൽ പറയുന്നത് കമ്പനി ഡയറക്ടേഴ്സ് ഷാൽ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. നമ്മൾ പറഞ്ഞു അവരെ ഗുഡ് ഫെയ്ത്തോടു കൂടെ വേണം പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ, അതായത് മെമ്പേഴ്സിൻ്റെ ബെനഫിറ്റിന് അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കണം കമ്പനിയുടെ ഒബ്ജക്ട്സുകളൊക്കെ അത് പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ്, അതുപോലെ കമ്പനിയിലെ എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, കമ്മ്യൂണിറ്റി, അപ്പോൾ അതിൻ്റെയൊക്കെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം ഉത്തമ വിശ്വാസത്തോടു കൂടെ ആര് പ്രവർത്തിക്കണം? ഡയറക്ടേഴ്സ് പ്രവർത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ വേറൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടീസൊക്കെ നിർവഹിക്കുന്ന സമയത്ത് ഡ്യൂ ആൻഡ് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഡെലിജൻസ് ഒക്കെ നൽകണം എന്ന് പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോടും അയാളുടെ ആ സ്കില്ലൊക്കെ യൂസ് ചെയ്ത് വളരെ ജാഗ്രതയോടൊക്കെ കൂടെ വേണം അത് ചെയ്യാനായിട്ട്, നിർവഹിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻ്റ് ആയിരിക്കണം ആര് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളിലെ ഡയറക്ടേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ഡ്യൂട്ടീസ് നിർവഹിക്കുന്നത് എങ്ങനെ? ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻ്റ് ആയിരിക്കണം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു കമ്പനിയുടെ താല്പര്യവും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ ഇൻട്രസ്റ്റും തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പൊരുത്തക്കേടുണ്ടാകാനുള്ള സാധ്യതയിൽ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ആരെ പ്രവർത്തിക്കേണ്ടത്? ഡയറക്ടർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആര് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം? ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കണം. അപ്പോൾ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ നോട്ട് ഇൻവോൾവ് ഇൻ എ സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരെ ഇൻവോൾവ് ചെയ്യാനായിട്ട് പാടില്ല. ഇൻ വിച്ച് ഹി മേ ഹാവ് എ ഡയറക്റ്റ് ഓർ
indirect interest that conflict or possibly may conflict with the interest of company. അപ്പോൾ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് എന്താ പറയുക, അതിനോട് പൊരുത്തക്കേടുള്ളതോ അല്ലെങ്കിൽ അതിനോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിലെ ഇൻവോൾവഡ് ആകാതിരിക്കാൻ ആരെ നോക്കണം? ഡയറക്ടേഴ്സ് നോക്കണം. മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തിനായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമായിട്ടും അയാൾ പ്രവർത്തിക്കുന്നത് എന്തിനായിരിക്കണം? ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്. ദെൻ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ കമ്പനി ഡയറക്ടേഴ്സ് ഒരിക്കലും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്വന്തമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, അസോസിയേറ്റേഴ്സ്, അപ്പോൾ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടോ ആരെ ശ്രമിക്കാൻ പാടില്ല? കമ്പനി ഡയറക്ടേഴ്സ് ശ്രമിക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഡയറക്ടേഴ്സ് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെയോ പാർട്ട്നേഴ്സിൻ്റെയോ ദെൻ അസോസിയേറ്റ്സിൻ്റെയോ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഹി ഷാൽ ബി ലയബിൾ ടു പേ ആൻ എമൗണ്ട് ഈക്വൽ ടു ദാറ്റ് ഗെയിൻ ടു ദ കമ്പനി. അപ്പോൾ അയാൾക്ക് അത് ലയബിളായി ഇതാക്കേണ്ടതായിട്ട് വരും. ക്രിമിനൽ ലയബിലിറ്റി ആയിട്ട് അത് കണക്കാക്കുന്നതാണ്. അവർക്ക് പിഴശിക്ഷയൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം കമ്പനിയിൽ നിന്ന് എത്രത്തോളം നേട്ടം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ഈക്വൽ എമൗണ്ട് ആര് ബാധ്യസ്ഥനായിരിക്കും? ഈ ഒരു ഡയറക്ടർ ബാധ്യസ്ഥനായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, ഇപ്പോൾ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വർക്ക് അത് മറ്റൊരാൾക്ക് അസൈൻ ചെയ്യാനായിട്ട് പാടില്ല. ദ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ നോട്ട് അസൈൻ ഹിസ് ഓഫീസ് ആൻഡ് എനി അസൈൻമെൻറ്റ് സോ മെയ്ഡ് ഷാൽ ബി വോയിഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവി അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസൈൻമെൻറ്റ്സ് അതൊന്നും ആര് കൊടുക്കാൻ പാടില്ല? ഡയറക്ടേഴ്സ് മറ്റൊരാൾക്ക് അസൈൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വോയിഡ് ആണ്. പിന്നെ കമ്പനീസ് ആക്ട് ആർട്ടിക്കിൾസിലെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് മാനേജിങ് ഡയറക്ടർ ബോർഡ് കമ്മിറ്റീസിനും മാനേജിങ് ഡയറക്ടേഴ്സിനൊക്കെ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ റെസ്പോൺസിബിലിറ്റി അപ്പോഴും ഡെലഗേറ്റ് ചെയ്യില്ല. അവരെ അതോറിറ്റി മാത്രമേ ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, കമ്പനി ഡയറക്ടർ ഷാൽ നോട്ട് അസൈൻ ഹിസ് ഓഫീസ് ആൻഡ് എനി അസൈൻമെൻറ്റ് സോ മെയ്ഡ് ഷാൽ ബി വോയിഡ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. ദെൻ പിന്നെ പറയുന്നത്, ഇപ്പോൾ കമ്പനി ഡയറക്ടേഴ്സ് സെക്ഷൻ 166 പ്രൊവിഷൻസിനെ കോൺട്രാവെൻഷനായിട്ട് അതിനെ എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സെക്ഷൻ 166 നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസാണ്, നമ്മൾ കുറേ ഡ്യൂട്ടീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്ഷനിലെ അതിനെ കോൺട്രാവെൻഷനായിട്ട് അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ദ ഡയറക്ടർ ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ. അദ്ദേഹത്തിൽ നിന്ന് പിഴശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. ദെൻ പിഴശിക്ഷ എന്ന് പറയുന്നത് 1 lakhs to 5 lakhs ആണ്. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസിന് പുറമെ ഡയറക്ടേഴ്സിന് വേറെയും കുറേ ഒബ്ലിഗേഷൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, കമ്പനീസ് ആക്ട് 2013 മറ്റേ സെക്ഷൻ പ്രകാരം എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ആണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഒരു ഡയറക്ടേഴ്സിനെ വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ പറയുന്നത്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഡയറക്ടേഴ്സ് ടു ലേ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ അപ്രൂവൽ ആൻഡ് അഡോപ്ഷൻ അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ അപ്രൂവ് ചെയ്യുന്നതിനും അഡോപ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ട ചുമതല, ആ ഒരു ഡ്യൂട്ടി ഡയറക്ടറുടേതാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യണം.
എന്നാലേ അതിനെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അത് അപ്രൂവ് ചെയ്യാനായിട്ട് അത് മീറ്റിങ്ങിൽ നമ്മൾ പറയില്ലേ, അത് സബ്മിറ്റ് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യേണ്ട ഡ്യൂട്ടി ഡയറക്ടേഴ്സിനാണ്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഇപ്പോൾ ഈ ഒരു കമ്പനി ലോയിലെ ഇപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ബാധകമായിട്ടുള്ള എല്ലാ നിയമങ്ങളുടെയും പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട് ഒരു പ്രോപ്പർ സിസ്റ്റം സ്ഥാപനത്തിനകത്ത് ഉണ്ടാകണം. അപ്പം അത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഡയറക്ടേഴ്സിൻ്റേതാണ്. ദെൻ ആ ഒരു സിസ്റ്റം ആഡിക്വേറ്റ് ആയിട്ട് അത് എഫക്റ്റീവായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ഡയറക്ടേഴ്സാണ്. അപ്പോൾ എല്ലാ അപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും, അതായത് ഇതിനെ ബാധകമായിട്ടുള്ള എല്ലാ നിയമങ്ങളുടെയും പ്രൊവിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ശരിയായിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു സംവിധാനം, ഒരു പ്രോപ്പർ സിസ്റ്റം സ്ഥാപനത്തിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും അത് വെറുതെ അല്ല, ആഡിക്വേറ്റ് ആയിട്ട് അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ആരാണ് ഉറപ്പാക്കേണ്ടത്? ഡയറക്ടേഴ്സാണ് ഉറപ്പാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കമ്പനികളിലെ സാധാരണ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസീസ് ഒക്കെ അവരെ ചെയ്യാറുണ്ട്. അവരുടെ CSR എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിന് സൊസൈറ്റിയോടും കുറേ കടമകളുണ്ട്. അപ്പം അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിലെ പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയിലെ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കമ്പനി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ അത് അതാത് കമ്പനികളുടെ ബോർഡുകളാണത് ചെയ്യേണ്ടത്. അത് സെക്ഷൻ 135 പറയുന്നത്. അപ്പം അതിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സെക്ഷൻ 129 പിന്നെ പ്രോപ്പർ സിസ്റ്റം വേണം, ആഡിക്വേറ്റ് ആണ്, അതുപോലെ അത് എഫക്റ്റീവായിട്ട് എന്താ പറയുക അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നത് സെക്ഷൻ 134 പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസീസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കമ്പനി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഡയറക്ടറുടെ ഉത്തരവാദിത്വമാണ്. സെക്ഷൻ 135 അത് പറയുന്നത്. പിന്നെ സെക്ഷൻ 184 പറയുന്നുണ്ട്, അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും കമ്പനിയിലെ എവരി ഡയറക്ടേഴ്സും അവരെ കമ്പനിയുമായിട്ടുള്ള കരാറിൽ അവരുടെ താല്പര്യം എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 184 അത് പറയുന്നത്, എവരി ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ ഡിസ്ക്ലോസ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ എ കോൺട്രാക്ട് വിത്ത് കമ്പനി. അപ്പോൾ കമ്പനിയുമായിട്ടുള്ള കരാറിൽ അവരുടെ താല്പര്യം എന്താണ് എന്നുള്ളത് അവരെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പിന്നെ 194 പറയുന്നുണ്ട്, കമ്പനിയുടെ സെക്യൂരിറ്റികളിലെ കമ്പനിയുടെ സെക്യൂരിറ്റീസിലെ ഫോർവേഡ് ഡീലിങ്സിൽ ഏർപ്പെടുന്നതിൽ നിന്ന് ഡയറക്ടേഴ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്, അവരെ അതിലെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതിൽ പറയുന്നു? 194 പറയുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ സെക്യൂരിറ്റികളിൽ ഫോർവേഡ് ഡീലിങ്സിൽ ഏർപ്പെടുന്നത്, അതിൽ എൻഗേജ് ചെയ്യുന്നതിൽ നിന്ന് ഡയറക്ടേഴ്സിനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഫോർവേഡ് ഡീലിങ്സിൽ ആരെ ഏർപ്പെടാനായിട്ട് പാടില്ല? ഡയറക്ടേഴ്സ് ഏർപ്പെടാനായിട്ട് പാടില്ല. അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ സെക്ഷൻ 20 പറയുന്നുണ്ട്, ഇപ്പോൾ കമ്പനിക്കകത്ത് ഹോൾ ടൈം മാനേജീരിയൽ പേഴ്സണൽസിൻ്റെ അപ്പോയിൻമെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ബോർഡിനാണ് വരുന്നത്. അതുപോലെ അവരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ, റെമ്യൂണറേഷൻ ഉൾപ്പെടെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കുക ഡയറക്ടേഴ്സാണ് അല്ലെങ്കിൽ ബോർഡാണ്. ദെൻ ബോർഡ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ അപ്പോയിൻറ്റിങ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ്, ദെൻ ഇഷ്യൂവൻസ് ഓഫ് നോട്ടീസ് ഇൻ കണക്ഷൻ വിത്ത്
ഹോൾഡിംഗ് ബോർഡ് മീറ്റിംഗ് ആൻഡ് ജനറൽ മീറ്റിംഗ് എക്സെട്ര. അതുപോലെ തന്നെ ഫസ്റ്റ് ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ബോർഡിനാണ്. പിന്നെ ബോർഡ് മീറ്റിങ്ങും ജനറൽ മീറ്റിംഗ് ഒക്കെ അതൊക്കെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യുക, അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് വരുന്നത്? ഡയറക്ടേഴ്സിനാണ് വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഏതിലെ വരുന്നത്? ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലെ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടീസും വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് പെനാൽറ്റി വരുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഡയറക്ടേഴ്സ് ഇപ്പോൾ ഈ ഒരു സെക്ഷനിലെ പ്രൊവിഷൻസിനെ കോൺട്രാവീനായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് സെക്ഷൻ 166 വ്യവസ്ഥകൾക്ക് എതിരായിട്ട് കമ്പനി ഡയറക്ടേഴ്സ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ the director shall be punishable with a fine which shall not be less than 1 lakh rupees but which may extend it to 5 lakhs rupees. അപ്പോൾ 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്, നമ്മൾ പറഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഇപ്പോൾ സാധാരണ കേസിൽ കമ്പനീസ് ആക്റ്റിലെ നിയമങ്ങൾക്കനുസരിച്ച്, അതിലെ വ്യവസ്ഥകൾക്കനുസരിച്ചു കൊണ്ട് ഗുഡ് ഫെയ്ത്തോടുകൂടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഡയറക്ടേഴ്സിന് അതിൽ പേഴ്സണൽ ലയബിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഇല്ലല്ലോ. ഇപ്പോൾ കമ്പനീസ് ആക്ട്, അതുപോലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അപ്പം ഇതിനൊക്കെ ഇൻട്രാവയേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇൻട്രാവയേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനീസ് ആക്ടിനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒക്കെ അതിൻ്റെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ നമ്മൾ ഇൻട്രാവയേഴ്സ് ടു ദ കമ്പനീസ് ആക്ട്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രവർത്തികളെല്ലാം തന്നെ ചെയ്യുന്നത് ഗുഡ് ഫെയ്ത്തോടു കൂടെ ആണെങ്കിൽ ദ ഡയറക്ടേഴ്സ് ഇൻകർ നോ പേഴ്സണൽ ലയബിലിറ്റി, അദ്ദേഹത്തിന് പേഴ്സണൽ ലയബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ certain circumstances ഡയറക്ടേഴ്സ് പേഴ്സണലി റെസ്പോൺസിബിൾ ആയിരിക്കും ദ ആക്ട് ഡൺ ബൈ ദം. അവരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവരെ പേഴ്സണലി ലയബിൾ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ സിർക്കംസ്റ്റാൻസസിലാണ് ഡയറക്ടേഴ്സ് അവരെ എടുക്കുന്ന അല്ലെങ്കിൽ അവരെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർക്ക് പേഴ്സണലി ലയബിൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ദ ലയബിലിറ്റീസ് ഓഫ് ദ ഡയറക്ടേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സിവിൽ ലയബിലിറ്റി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീനെ നമ്മൾ സിവിൽ ലയബിലിറ്റീസ് എന്നും അതുപോലെ തന്നെ ക്രിമിനൽ ലയബിലിറ്റീസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലെ സിവിൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിൻ്റെ സിവിൽ ലയബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ഹെഡുകളിലായിട്ടാണ്. ഒന്ന് ലയബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ്, ദെൻ ലയബിലിറ്റി ടു കമ്പനി, പിന്നെ ലയബിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ്. ഇങ്ങനെ 3 ഹെഡുകളിലായിട്ടാണ് നമ്മൾ സിവിൽ ലയബിലിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലയബിലിറ്റി ടു ദ ഔട്ട്സൈഡേഴ്സ് നോക്കാം. ഔട്ട്സൈഡേഴ്സിനോട് എപ്പോഴൊക്കെയാണ് ബാധ്യത വരുന്നത്? ഫസ്റ്റ് വരുന്നത് ആസ് ആൻ ഏജൻറ്റ്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റോൾ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി അഥവാ ലീഗൽ പൊസിഷൻ ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ടർ ആസ് ആൻ ഏജൻറ്റ്, അല്ലേ? അപ്പോൾ ഡയറക്ടേഴ്സ് ആരാണ്? കമ്പനിയുടെ ഏജൻറ്റിനെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. സോ ഹി മേ ബി ഹെൽഡ് ലയബിൾ ടു ദ ഔട്ട്സൈഡേഴ്സ് ഇൻ ദ കപ്പാസിറ്റി ഓഫ് എൻ ഏജൻറ്റ്. ഒരു ഏജൻറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഔട്ട്സൈഡേഴ്സുമായിട്ട് എന്തെങ്കിലും ഡീലിങ്സിൽ ഏർപ്പെടുമ്പോൾ അതിനെ അദ്ദേഹം ലയബിൾ ആയിരിക്കും. ഏതൊക്കെ കേസസിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നോർമൽ കേസിൽ
ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ കമ്പനിയും അതുപോലെ തന്നെ ഡയറക്ടേഴ്സും ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് അവർ തമ്മിലുള്ളത് എന്ന് പറഞ്ഞു. കമ്പനി പ്രിൻസിപ്പലും ഏജൻറ്റ് ഡയറക്ടറുമാണ്. അപ്പോൾ ആ ഒരു ഏജൻസി പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പിന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് അതുപോലെ ഡയറക്ടേഴ്സ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആരാണ് റെസ്പോൺസിബിൾ ആകുന്നത്? കമ്പനിയാണ് നോർമലി റെസ്പോൺസിബിൾ ആകുന്നത്. പക്ഷേ ചില കേസുകളിൽ ഇപ്പോൾ ഏജൻറ്റ് എന്ന രീതിയിൽ ഔട്ട്സൈഡേഴ്സുമായിട്ട് ഡീലിങ്ങിൽ ഏർപ്പെടുമ്പോൾ ആര് റെസ്പോൺസിബിൾ ആകാറുണ്ട്? ഡയറക്ടേഴ്സ് റെസ്പോൺസിബിൾ ആകാറുണ്ട്. അപ്പോൾ ഏതൊക്കെ കേസുകളിലാണ് ഡയറക്ടേഴ്സ് മേ ബി ഹെൽഡ് ലയബിൾ ടു ദ ഔട്ട്സൈഡേഴ്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത്, ഇഫ് ദ ഡയറക്ടേഴ്സ് എൻറ്റർ ഇൻ ടു എനി കോൺട്രാക്റ്റ് വിത്ത് എനി ഔട്ട്സൈഡർ ഇൻ ദയർ പേഴ്സണൽ നെയിം, അപ്പോൾ ദേ വിൽ ബി ഹെൽഡ് പേഴ്സണലി റെസ്പോൺസിബിൾ ടു കംപ്ലീറ്റ് ദ കോൺട്രാക്റ്റ്. ഇപ്പോൾ ഡയറക്ടേഴ്സ് അവരുടെ പേഴ്സണൽ നെയിമിലാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ അത്തരം കേസുകളിൽ, അപ്പോൾ അത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അതിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഡിസ്ക്ലോസ് ചെയ്യാതെ ഡയറക്ടേഴ്സ് അവരുടെ പേഴ്സണൽ നെയിമിലാണ് ഔട്ട്സൈഡേഴ്സുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ ദേ ആർ പേഴ്സണലി റെസ്പോൺസിബിൾ ടു കംപ്ലീറ്റ് ദ കോൺട്രാക്റ്റ്. അപ്പോൾ ആ കംപ്ലീറ്റ് പൂർത്തീകരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ആ ഡയറക്ടേഴ്സിന് തന്നെ ആണ്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത്, ഇഫ് ദ ഡയറക്ടേഴ്സ് ഹാവ് നോ അതോറിറ്റി ടു എൻറ്റർ ഇൻ ടു സർട്ടൻ കോൺട്രാക്റ്റ്, ചില കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനുള്ള അധികാരം ആർക്കുണ്ടായിരിക്കില്ല? ഡയറക്ടേഴ്സിനെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസ് ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ അതോറിറ്റിയുടെ ഒരു ലംഘനമായിട്ടാണ് അത് കണക്കാക്കുന്നത്. ദേ മേ ബി ലയബിൾ ഫോർ ഡാമേജ്. അപ്പോൾ ആ ഡാമേജസിനെ ആര് ലയബിൾ ആയിരിക്കും? ഡയറക്ടേഴ്സ് ലയബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിനെയാണ് നമ്മൾ എന്താ പറയുക, അൾട്രാ വയർസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അധികാരത്തിന് ഇപ്പോൾ അധികാരമില്ലാതെ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിയോണ്ട് ദ പവർ, അതല്ല അൾട്രാ വയേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്ടേഴ്സ് അവരുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു കോൺട്രാക്റ്റിൽ അറിഞ്ഞുകൊണ്ട് ഏർപ്പെടുകയാണെങ്കിൽ ദേ വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ടു മേക്ക് ഗുഡ് ദ ലോസ് കാസ്ഡ് ടു അതർ പാർട്ടീസ്. അപ്പോൾ ഈ ഒരു അൾട്രാ വയേഴ്സ് ആക്ടിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഫലമായിട്ട് അതർ പാർട്ടീസിന് എന്തെങ്കിലും ലോസ് ഓർ ഡാമേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അത് ലയബിലിറ്റി ആർക്കാണ് വരുന്നത്? ഈ ഒരു ഡയറക്ടർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഡയറക്ടർ കമ്പനിയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ ആ ഒരു ഏജൻസി എന്നുള്ള ഒരു കപ്പാസിറ്റിയിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റിനെ അദ്ദേഹം ഈ രണ്ട് കേസുകളിലും റെസ്പോൺസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മിസ്ലീഡിങ് പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസ് ഒക്കെ നമ്മൾ പറഞ്ഞതാ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസ്പെക്ടസിൽ നമ്മൾ എപ്പോഴും ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ അൺട്രൂ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും പേഴ്സൺസ് അവരെ കമ്പനിയുടെ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ആ വ്യക്തിക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഡയറക്ടേഴ്സിനാണ് ഉള്ളത്. അപ്പോൾ ഡയറക്ടേഴ്സ് should compensate every such subscriber for any loss or damage he may have sustained by reason of such untrue statement. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ചുകൊണ്ട് അവർ എന്തെങ്കിലും ഒരു കമ്പനിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതുമൂലം അവർക്ക് എന്തെങ്കിലും ലോസ് ഓർ ഡാമേജസ് ഉണ്ടാകുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്
ഡയറക്ടേഴ്സാണ്. കാരണം നമ്മൾ കണ്ടതാണ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് പറയുമ്പോൾ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് പറയുമ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി തന്നെ നമ്മൾ അതാണ് പറഞ്ഞത്, ടു വെരിഫൈ ദ ട്രൂത്ത്നെസ് ഓഫ് എ പ്രോസ്പെക്ടസ് ടു ബി ഇഷ്യൂഡ് ബൈ ദ കമ്പനി. അപ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസിൻ്റെ ട്രൂത്ത്നെസ്, അതിൻ്റെ സത്യാവസ്ഥ അത് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്യം ഡയറക്ടേഴ്സിനാണ്. സോ പ്രോസ്പെക്ടസിൽ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ കമ്പനിയിൽ നിന്ന് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവരി സച്ച് സബ്സ്ക്രൈബേഴ്സ് അവർക്ക് എന്തെങ്കിലും ലോസ് ഓർ ഡാമേജസ് അതുമൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് ഡയറക്ടറാണ്. അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടുവരുന്നതല്ലേ, അപ്പോൾ അവർ വേണം കോമ്പൻസേറ്റ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് പറയുന്നത് വിത്ത് റിഗാർഡ്സ് ടു അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഡയറക്ടേഴ്സിനെ എങ്ങനെയൊക്കെയാണ് പേഴ്സണൽ ലയബിലിറ്റി വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്താണെന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. 4 മാർക്സിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഇറഗുലർ അലോട്ട്മെൻറ്റിൻ്റെ അതെന്താണ്, എങ്ങനെയാണ് അത് എന്നുള്ളത്. അപ്പോൾ ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നത്, അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഷെയർ അലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ സെക്ഷൻ 39 പറയുന്നുണ്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റ് നടത്താനായിട്ട് പാടുള്ളൂ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുന്നതിന് മുൻപ് ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. ദ ഡയറക്ടേഴ്സ് വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ടു റീഫണ്ട് ദ മണി പെയ്ഡ് ബൈ ദ അപ്ലിക്കൻസ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇറഗുലർ അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് റിസീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്ലിക്കൻസിനെ അവരിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ മണിയും ഇൻട്രസ്റ്റും തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ആ ഒരു ലയബിലിറ്റി ഡയറക്ടേഴ്സിനാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ ഡയറക്ടേഴ്സ് ആർ ലയബിൾ ടു കോമ്പൻസേറ്റ് ദ കമ്പനി ആൻഡ് ദ അലോട്ടി ഫോർ എനി ലോസ് ഓർ ഡാമേജ് ഡ്യൂ ടു ഇറഗുലർ അലോട്ട്മെൻറ്റ്. ഈ ഒരു ഇറഗുലർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കമ്പനിക്കോ അലോട്ടീസിനോ എന്തെങ്കിലും ലോസ് ഓർ ഡാമേജസ് ഉണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ലയബിലിറ്റി ആർക്കാണ്? അതും ആർക്കുള്ളതാണ്? ആ ഒരു ബാധ്യതയും ഡയറക്ടർക്ക് തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ പറയുന്നത് the directors may be held liable by an order of the court in case of fraudulent trading by the company. ഇപ്പോൾ കമ്പനി ഫ്രോഡുലൻ്റ് ട്രേഡിംഗ് ഒക്കെ നടത്തുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പോൾ ഡയറക്ടേഴ്സ് ചിലപ്പോൾ കോർട്ട് ഓർഡർ ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്തും ആരാണ് ലയബിൾ ആകുന്നത്? ഡയറക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 40 പറയുന്നുണ്ട് സെക്യൂരിറ്റീസ് ടു ബി ഡെൽറ്റ് വിത്തിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെക്യൂരിറ്റീസ് ഇപ്പോൾ പബ്ലിക് കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖാന്തരം ഡീൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടാണ് സെക്ഷൻ 40 പ്രൊവിഷൻസ് പറയുന്നത്. അപ്പോൾ ആ പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട് വേണം ആരെ ചെയ്യാനായിട്ട്? സെക്യൂരിറ്റീസൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇറഗുലർ അലോട്ട്മെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ അലോട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ മിനിമം ഇപ്പോൾ സെബിയുടേതനുസരിച്ച് മിനിമം പെർസെൻറ്റേജ് 90% അങ്ങോട്ട് ഷെയർ ക്യാപിറ്റൽ വരണം, എന്നാലേ അവർക്ക് ഷെയർ അലോട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്ലിക്കേഷൻ അത്രയും കിട്ടണം, എന്നാലേ അവർക്ക് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള റൂളുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ 40 പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനി ഷാൽ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ. കമ്പനിക്ക് പിഴശിക്ഷ ലഭിക്കുന്നതാണ്. അത് 5 lakh rupees വരെയൊക്കെയാണ് അതിൻ്റെ പിഴശിക്ഷ. അത് ഏകദേശം ഒരു 50 lakh rupees വരെ അതെന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതും ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റിയാണ്. അപ്പോൾ അവർ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിത്ത് റിഗാർഡ്സ് ടു അലോട്ട്മെൻറ്റ് പറയുന്നത്. പിന്നെ വരുന്നത് ലയബിലിറ്റി ടു ദ കമ്പനിയാണ്.
അപ്പം നമുക്ക് നോക്കാം കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് അൾട്രാ വയേഴ്സ് ആക്ട് ആണ്. അൾട്രാ വയേഴ്സ് ആക്റ്റിൽ പറയുന്നത് ഇപ്പോൾ ഡയറക്ടേഴ്സ് സാധാരണ കമ്പനീസ് ആക്റ്റിലെ വ്യവസ്ഥകൾക്കും മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ പാരാമീറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം ആര് പ്രവർത്തിക്കാനായിട്ട്, ഡയറക്ടേഴ്സ് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ കമ്പനിയിലെ ഈ ഒരു ഇതിൽ ആർട്ടിക്കിൾസിലോ അല്ലെങ്കിൽ മെമ്മോറാണ്ടത്തിലോ കമ്പനീസ് ആക്റ്റിലോ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതിനെ അപ്പുറത്തേക്ക് ആ പവേഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ പവേഴ്സിനെ അപ്പുറത്തേക്കായിട്ട് ഡയറക്ടേഴ്സ് ഏതെങ്കിലും ഒരു കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ ദെൻ അതുമൂലം എന്തെങ്കിലും ലോസസ് നഷ്ടം കമ്പനിക്കുണ്ടാകുകയാണെങ്കിൽ ദ ഡയറക്ടേഴ്സ് വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ടു മേക്ക് ഗുഡ് ദ ലോസ് ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ആ ഒരു നഷ്ടം നല്ലതാക്കി കൊടുക്കുക, ദാറ്റ് മീൻസ് ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ലയബിലിറ്റി റെസ്പോൺസിബിലിറ്റി ഡയറക്ടേഴ്സിനുണ്ടായിരിക്കും. അപ്പോൾ അത് അവരുടെ ലയബിലിറ്റിയാണ്, അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ദെൻ ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടിയാണ് നെക്സ്റ്റ് വരുന്നത്. ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനിയുടെ അതിനനുസരിച്ചിട്ട് വേണം, കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണം ഡയറക്ടേഴ്സ്, അതിന് മുൻതൂക്കം നൽകിക്കൊണ്ട് വേണം ഡയറക്ടേഴ്സ് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ വെൻ എ ഡയറക്ടർ ആക്ട് ഡിസ്ഹോണസ്റ്റ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ ഇതായിട്ട് ഡിസ്ഹോണസ്റ്റ്ലി അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസ ലംഘനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡയറക്ടേഴ്സിൻ്റെ മോസ്റ്റ് ഓഫ് ദ പവേഴ്സ് ഇൻ ട്രസ്റ്റ് ആണ്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിന്മേലുള്ള അധികാരങ്ങളാണ് ഡയറക്ടേഴ്സിൻ്റെ മോസ്റ്റ് ഓഫ് ദ പവേഴ്സും അങ്ങനെയുള്ളതാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സ് അവരെ എക്സസൈസ് ചെയ്യുന്നത്, അവർ പ്രവർത്തിക്കുന്നത് കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ ഡയറക്ടേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ഓഫ് മെമ്പേഴ്സ് അവർക്ക് വേണ്ടിയിട്ടോ ഒന്നും ആകാനായിട്ട് പാടില്ല. അപ്പം അതിനെ എക്സാമ്പിൾ പറയാച്ചിങ്ങ കമ്പനിയുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ കമ്പനിയുടെ പണം മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വേണം പ്രവർത്തിക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് നെഗ്ലിജൻസ് ആണ്. അതായത് ഡയറക്ടേഴ്സ് അവരുടെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ റീസണബിൾ കെയർ, സ്കില്ല് അതൊക്കെ നൽകിക്കൊണ്ട് വേണം ചെയ്യാൻ. അതായത് ഹി ആക്ട് ലൈക്ക് എ പ്രുഡൻറ്റ് ബിസിനസ്മാൻ, ഒരു വിവേകമുള്ള ഒരു ബിസിനസ്സുകാരൻ അതേപോലെ റീസണബിൾ സ്കിൽ ആൻഡ് കെയർ ഒക്കെ കൊടുത്ത് ഡെലിഗൻസ് ആയിട്ട് ജാഗ്രതയോടൊക്കെ കൂടി വേണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിലെ ദേ ഫെയിൽ ടു എക്സസൈസ് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഡെലിഗൻസ്, ദേ ഷാൽ ബി ആക്റ്റഡ് നെഗ്ലിജൻ്റ്ലി ഇൻ ഡിസ്ചാർജിങ് ഓഫ് ദെയർ ഡ്യൂട്ടീസ്. അവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്നത് അശ്രദ്ധമായിട്ടും അങ്ങനെയൊക്കെ ആണെങ്കിൽ അതുമൂലം അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ലോസ് ഓർ ഡാമേജസ് കമ്പനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാൻ ആര് ലയബിളാണ്, ഡയറക്ടർ ലയബിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം നമുക്ക് പ്രോഫിറ്റ് ഇല്ലാതെ ഡിവിഡൻഡ് കൊടുക്കാൻ ഡിക്ലെയർ ചെയ്യുന്നു അല്ലേ, പേ ഡിവിഡൻഡ് ഈവൺ ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഡെലഗേറ്റ് ദയർ പവേഴ്സ് വിത്തൗട്ട് പെർമിഷൻ ഓഫ് ദ ആർട്ടിക്കിൾസിൻ്റെ പെർമിഷൻ ഇല്ലാതെ, ആർട്ടിക്കിൾസിൽ പ്രൊവിഷൻ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഡയറക്ടേഴ്സ് അവരുടെ അധികാരം, അവരുടെ പവേഴ്സ് അത് ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നെഗ്ലിജൻസ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് എന്താണ്,
അവർ പേഴ്സണലി ലയബിൾ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മാലഫൈഡ് ആക്ട് ആണ്. അതായത് വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക. നമ്മൾ പഠിച്ചതാണ് ഡയറക്ടറുടെ ലീഗൽ പൊസിഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡയറക്ടർ ആക്ട് ആസ് എ ട്രസ്റ്റി അല്ലേ. ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയുടെ മണീസ് ആൻഡ് പ്രോപ്പർട്ടീസ് അതിൻ്റെ ട്രസ്റ്റി ആയിട്ടാണ് അവർ ചെയ്യുന്നത്. സോ ആ മണിയും പ്രോപ്പർട്ടിയും ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് അവരെ ഡിസ്ഹോണസ്റ്റ്ലി അല്ലെങ്കിൽ മാലഫൈഡ് മാനറിൽ അവരെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ പവേഴ്സും അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഡിസ്ഹോണസ്റ്റ്ലി ഓർ മാലഫൈഡ് മാനറിലാണെങ്കിൽ ദേ വിൽ ബി ലയബിൾ ഫോർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ദെൻ അതുമൂലം കമ്പനിക്ക് ഈ ഒരു മാലഫൈഡ് ആക്ടിൻ്റെ ഫലമായിട്ട് കമ്പനിക്ക് എന്തെങ്കിലും ലോസ് ഓർ ഡാമേജസ് ഉണ്ടാകുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ ഒരു ലയബിലിറ്റി ആർക്കായിരിക്കും? ഡയറക്ടേഴ്സിന് തന്നെ ആയിരിക്കും. അതായത് ഡയറക്ടേഴ്സ് ക്യാൻ ഓൾസോ ഹെൽഡ് ലയബിൾ ഫോർ ദെയർ ആക്ട് ഓഫ് മിസ്ഫീസൻസ്. അതായത് മിസ്കോണ്ടക്ട് ഓർ വിൽഫുൾ മിസ്യൂസ് ഓഫ് പവേഴ്സ്. അതിനെ നമ്മൾ മിസ്ഫീസൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്കണ്ടക്റ്റ് ഓർ വിൽഫുൾ മിസ്യൂസ് ഓഫ് പവേഴ്സ്. അപ്പോൾ അതൊക്കെ ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യാതെ ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് നമ്മൾ ഫ്രോഡ്ലൻ്റ്ലി അത് ലഭ്യമാക്കുക. അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പേഴ്സണലി ലയബിൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ദെൻ അതിനുശേഷം നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീസ് പറഞ്ഞു. അതിലെ സിവിൽ ലയബിലിറ്റി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ സിവിൽ ലയബിലിറ്റീസിലെ നമുക്ക് ലയബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സും ലയബിലിറ്റി ടു കമ്പനിയുമാണ് നമ്മൾ പറഞ്ഞത്. അടുത്തൊരു ക്ലാസ്സിലെ നമുക്ക് ലയബിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സും പിന്നെ ക്രിമിനൽ ലയബിലിറ്റീസ് എന്താണെന്നുള്ളതും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.